നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. സപ്പോസ് നമുക്ക് കുറച്ച് ഡാറ്റാസ് കോമിറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. XI, അതായത് X1, X2, X3 എക്സിട്ര XN. അപ്പോൾ ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, നമുക്ക് ഡാറ്റാസ് എല്ലാം ഇങ്ങനെ കോമിട്ട് തന്നിരിക്കുകയാണ്. മീൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സ് ബാർ. മീൻ അഥവാ എക്സ് ബാർ എന്താണെന്ന് നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഈ ഡാറ്റാസുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ എൻ ചെയ്താൽ എക്സ് ബാർ കിട്ടും, നമുക്കതറിയാം. ഞാൻ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡീവിയേഷൻ. ഡാറ്റാസുകൾ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വെരി സിമിലർ ടു മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ അല്ലേ? ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് ഓരോ ഡാറ്റാസും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യും. എക്സ് ബാറിൽ നിന്ന് അല്ലേ? എക്സ് ബാറിൽ നിന്ന് ഓരോ ഡാറ്റാസും എത്രത്തോളം ഡീവിയേഷൻസ് ഉണ്ടെന്ന് നോട്ട് ചെയ്യും. ആ ഡീവിയേഷൻസിന് ഒരു ആവറേജ് ഉണ്ടാവും, അതാണ് മീൻ ഡീവിയേഷൻ. ആ മീൻ ഡീവിയേഷൻ്റെ ഫോർമുലയിൽ ഒരു മോഡുലസ് സൈൻ ഉണ്ട് അല്ലേ? മീൻ ഡീവിയേഷൻ്റെ ഫോർമുലയിൽ ഒരു മോഡുലസ് ഉണ്ട്, അതായത് സിഗ്മ, ഓർമ്മില്ലേ, XI മൈനസ് എക്സ് ബാർ ബൈ എൻ. ആ മോഡുലസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഫോർമുല വേറെ രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു മോഡുലസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫോർമുല നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷന് വളരെ അപ്രോക്സിമേറ്റ് തന്നെയാണ്, വളരെ അടുത്ത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ മോഡുലസ് എന്ന് പറഞ്ഞ ടേം ഇല്ലാതെ ഉള്ളൊരു ഫോർമുല വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോക്സിമേറ്റ്ലി എന്താണ്, ഓരോ ഡാറ്റാസും എക്സ് ബാറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യും. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഇല്ലേ, അത് അപ്രോക്സിമേറ്റ്ലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എ മെഷർ ഓഫ് ഡീവിയേഷൻ. അത് കാണാനുള്ള ഫോർമുലയാണ് പറയാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞൊരു ലെറ്ററോട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഫ്രീക്വൻസി ഇല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ XI മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല. ഈ ഫോർമുലയിൽ മോഡുലസ് ഇല്ല. മോഡുലസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ A മൈനസ് ബി ഓൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം, പല പല രീതിയിൽ നമുക്ക് ഈ ഫോർമുല മാറ്റാൻ പറ്റും. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ ഫോർമുലയിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി, മോഡുലസ് മാറ്റി വേറെ രൂപത്തിലോട്ടാക്കി. എന്നാലും മീൻ ഡീവിയേഷൻ വളരെ നിയറസ്റ്റായി അടുത്തുള്ളൊരു നമ്പർ വാല്യൂ തന്നെയാണ് ഇതും കിട്ടുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേര് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. റൂട്ട് ഓഫ് സിഗ്മ XI മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ബൈ എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എക്സ് ബാർ കാണേണ്ട വരും. എക്സ് ബാർ കണ്ടിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ഓക്കെ ആണല്ലോ? ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കാര്യം. ഗ്രൂപ്പ്ഡ് ഡാറ്റ ഫ്രീക്വൻസി തരുന്നുണ്ടെങ്കിലോ, മനസ്സിലായല്ലോ? ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ അപ്പം എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും? ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റയും തരും, അതിൻ്റെ ഫ്രീക്വൻസിയും തരും. മനസ്സിലായില്ല? അതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ലൈക്ക് X1, F1, X2, F2 എക്സിട്ര. ഇങ്ങനെ തരുമ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും? ആദ്യം തന്നെ എക്സ് ബാർ കാണേണ്ടി വരും. രണ്ട് ചേഞ്ചസ് നോട്ട് ചെയ്താൽ മതി. ഇതിനു മുമ്പ് പഠിച്ച പോലെ സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് എഴുതി ചേർക്കാം. എക്സ് ബാർ കാണാനുള്ള ഫോർമുല നേരത്തെ ഫോർമുല നോക്കിയാൽ സിഗ്മ XI ബൈ എൻ ആണല്ലോ. ഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നാൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുല ബൈ ഹാർട്ട് ആണെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുല നിങ്ങൾക്ക് തന്നെ എഴുതാം. സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് ഇൻസേർട്ട് ചെയ്യുക. ആ സ്മോൾ ലെറ്റർ എൻ മാറ്റിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എൻ ആക്കാം. അതിൽ ആ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ആണ്, നമുക്കറിയാതെ. ഓക്കെ, എക്സ് ബാർ ആദ്യം കാണേണ്ടി വരും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫോർമുല തന്നെയല്ലേ?
എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുള്ളൂ. എക്സ് ബാർ കണ്ടിട്ടേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഫോർമുലയിൽ സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് ഐ എഴുതി ചേർക്കുക. സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് ഐ എഴുതി ചേർക്കുക. ബാക്കി അതേപോലെ തന്നെ പകർത്താം. സ്മോൾ ലെറ്റർ എൻ റീപ്ലേസ്ഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. ഈ ഫോർമുല അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്.